പലാശപുഷ്പസങ്കാശം താരകാകാരമസ്തകം രൗദ്രം രൗദ്രഗുണോപേദം തം കേതും പ്രണമാമ്യഹം. പ്രിയമുള്ള പ്രേക്ഷകരെ, നവഗ്രഹത്തിൽ കേതുവിൻ്റെ സ്തോത്രമാകുന്നു ഇത്. കേതു എന്നാൽ രാഹുവിൻ്റെ പുച്ഛമാകുന്നു. രാഹു എവിടെയുണ്ടെങ്കിലും ആ രാഹുവിൻ്റെ 7ാം ഭാവത്തിൽ കേതു ഉണ്ടാകും. അത് വക്രിയായി സഞ്ചരിക്കുന്നു രാഹുകേതുക്കൾ. ഇതിൻ്റെ പിറകിലുള്ള ഒരു വലിയ കഥ, അമൃത കടിയുന്ന സമയത്ത് നാഗരാജാവായ രാഹു അമൃത കഴിക്കുന്നു, അങ്ങനെ ദീർഘായുസ്സാകുന്നു. ആ സമയത്ത് പെട്ടെന്ന് ദേവന്മാർ വന്ന് രാഹുവിനെ വെട്ടുന്നു. അങ്ങനെ അതിൻ്റെ ശിരസ്സും ഉടലും പരസ്പരം വിച്ഛേദിക്കപ്പെടുന്നു. ആ ശിരസ്സാകുന്നു ഡ്രാഗൻസ് ഹെഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന രാഹു, തമഹ, അഗുഹു. അതിൻ്റെ വാലാകുന്നു, ഉടൽ ഭാഗമാകുന്നു കേതു, ശിഖി, ശിഖാധരഹ, കേതുഹു എന്ന നാമത്തിലൊക്കെ കേതു അറിയപ്പെടുന്നു. നാം പലപ്പോഴും പറയാറുണ്ട് കേതുവിന് ഹേതുവില്ല. കേതുദശ അല്ലെങ്കിൽ കേതുവിൻ്റെ അപഹാരകാലം വരുമ്പോൾ ഒരു കാരണവുമില്ലാതെ എന്തെങ്കിലും ചില ബുദ്ധിമുട്ടുകൾ മനുഷ്യന് ഉണ്ടാകുന്നു. രാഹുദശ 18 വർഷമാണ്, കേതുദശയാകട്ടെ 7 വർഷമാണ്. ഇവിടെ നാം ചർച്ച ചെയ്യുന്നത് കേതുവിൻ്റെ ഓരോ രാശിക്കാർക്കും ഉണ്ടാകുന്ന ഫലങ്ങളാണ്. നാം ഇവിടെ മേടം മുതൽ മീനം വരെയുള്ള 12 രാശിക്കാരുടെ വിഷയത്തിൽ ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ രാഹു ചാരവശാൽ സഞ്ചരിക്കുന്നത് കുംഭത്തിലാണ്. കേതുവാണെങ്കിൽ അതിൻ്റെ 7ാം ഭാവമായ ചിങ്ങൻ രാശിയിലാണ് സഞ്ചരിക്കുന്നത്. 1.5 വർഷമാണ് രാഹുകേതുക്കൾ ഒരു രാശിയിൽ നിൽക്കുന്നത്. എന്താണ് കേതു ഉണ്ടാക്കുന്ന ദോഷം? കേതു ശുഭഗ്രഹമല്ല, കേതു ഒരു പാപഗ്രഹമാകുന്നു. കേതോർദശായാം, കേതുവിൻ്റെ ദശ അല്ലെങ്കിൽ അപഹാരങ്ങളിൽ അല്ലെങ്കിൽ ചാരവശാൽ സഞ്ചരിക്കുന്ന സമയത്ത് അരി ചോര ഭൂവൈഹി, അരി ശത്രുക്കളെ കൊണ്ടും ചോരൻ കള്ളന്മാരെ കൊണ്ടും ഭൂവഹ, ഭുവം പാതി ഇതി ഭൂവഹ, ഭൂമിയെ ഭരിക്കുന്നവർ രാജാക്കന്മാരെ കൊണ്ടും പീഡാം, അവരെ കൊണ്ട് പല രീതിയിലുള്ള പീഡകൾ അനുഭവിക്കുന്നു. അതിനാൽ കേതു എന്തുണ്ടാക്കുന്നു? പീഡിപ്പിക്കുന്നു. ഒരു വ്യക്തിയെ കള്ളന്മാരാൽ പീഡിപ്പിക്കപ്പെടുന്നു, ശത്രുവാൽ പീഡിപ്പിക്കപ്പെടുന്നു, തൻ്റെ ഹയർ ഒഫീഷ്യൽസ് രാജാവിനാൽ പീഡിപ്പിക്കപ്പെടുന്നു. ശസ്ത്രഭീതിയും, ആയുധം കൊണ്ട് ഭീതിയെ ഭയപ്പെടുത്തുന്നു. സർജറി മുതലായ വിഷയങ്ങൾ വരുന്നു. ശത്രുവിൻ്റെ അക്രമത്തിൽ താൻ പെട്ടുപോകുന്നു. ഉഷ്ണരോഗം, ശരീരത്തിൽ ചൂടുമൂലമുണ്ടാകുന്ന രോഗങ്ങളുണ്ടാകുന്നു. ഈ കേതുദശയിലാണ് പഴയകാലത്ത് വസൂരി മുതലായ രോഗങ്ങൾ, നാം ചിക്കൻ ബോക്സ് മുതലായ രോഗങ്ങൾ, സോറിയാസിസ് അല്ലെങ്കിൽ സ്കിൻ പ്രോബ്ലംസ്, ഇതൊക്കെ കേതുവിനെ കൊണ്ടുണ്ടാകുന്നു. മിഥ്യാപവാദം, മിഥ്യ അപവാദം, അനാവശ്യമായ അപവാദങ്ങൾ കേൾക്കും. നാം വെള്ള ഷർട്ടിട്ട് പോകുമ്പോൾ ആരെങ്കിലും മഷി കുടഞ്ഞാൽ ആ ഷർട്ട് ഉപയോഗശൂന്യമാകും, മോശമായി പോകും. അപ്രകാരം തൻ്റെ വ്യക്തിത്വത്തെ ഹനിക്കുന്ന രീതിയിലുള്ള പ്രയാസങ്ങൾ കേതുവിലുണ്ടാകും. കുലദൂഷിതത്വം, തൻ്റെ കുലത്തിന് ദൂഷിതത്വം, തൻ്റെ കുലം ദൂഷിക്കപ്പെടുന്ന അവസ്ഥയുണ്ടാകും. വന്യർഭയം പ്രോഷണം ആത്മദേശാത്, തീ കൊണ്ടുണ്ടാകുന്ന ഉപദ്രവങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. തീ എന്നാൽ വെറും അഗ്നി മാത്രമല്ല, കണ്ണുകൾക്കുണ്ടാകുന്ന അഗ്നി, കണ്ണുകളിലുണ്ടാകുന്ന അഗ്നി നേത്രാഗ്നിയാണ്. വയറിലുണ്ടാകുന്ന അഗ്നി ജഠരാഗ്നിയാണ്. ഇതൊക്കെ അഗ്നിയാണ്. ഈ ആഗ്നികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. പ്രോഷണം ആത്മദേശം, ആത്മദേശാത് പ്രോഷണം, തൻ്റെ ദേശത്തിൽ നിന്ന് മാറിപ്പോകുന്നു. നിർബന്ധപൂർവം താൻ മാറ്റപ്പെടുന്നു. തനിക്ക് പലപ്പോഴും മറ്റൊരു രക്ഷയില്ലാതെ, ഗത്യന്തരമില്ലാതെ താൻ മാറിപ്പോകുന്ന ഒരവസ്ഥയും സംജാതമാകുന്നു. ഇതൊക്കെ കേതു ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകളാണ്. ഇവിടെ എന്താണ് കേതുവിനുള്ള പരിഹാരം? ഞാൻ ഓരോ വീഡിയോ എടുക്കുന്നതിന് മുമ്പായി നിങ്ങൾക്ക് തരുന്ന സന്ദേശം ഇതാണ്. എങ്ങനെയാണ് ഈ കേതുവിൻ്റെ ദോഷങ്ങളെ പരിഹരിക്കുക? രാഹുകേതുക്കളുടെ മന്ത്രം തന്നെയാണ് ഏറ്റവും വലിയ പരിഹാരം. ഓം രാഹവേ നമഃ, ഓം കേതവേ നമഃ. ചിന്മുദ്രയിൽ കൈകൾ വെച്ചുകൊണ്ട് ഈ കൈകൾ കൊണ്ട് നിങ്ങൾക്ക് എണ്ണാം. ഓം രാഹവേ നമഃ, ഓം കേതവേ നമഃ. ഇതൊരു 9 തവണ ക്രമേണ ചൊല്ലുക. പിന്നീട് 18 തവണയായി വർദ്ധിപ്പിക്കാം. നല്ല മന്ത്രമാണ്. കേരളത്തിന് വെളിയിലുള്ളവർക്ക് നവഗ്രഹത്തിൽ രാഹുകേതുവിന് പൂജ ചെയ്യാം. കേരളത്തിലുള്ള വ്യക്തികൾക്ക് തങ്ങളുടെ ജന്മനക്ഷത്രത്തിന് രാഹുകേതുക്കൾക്ക്
ആയില്യപൂജ, സർപ്പബലി, നൂറുംപാലും നാഗങ്ങൾക്ക് ചെയ്യാം. കേതു ഭരിക്കുന്ന നക്ഷത്രങ്ങൾ എന്തൊക്കെയാണ്? അശ്വതി, മകം, മൂലം. ഇത് മൂന്നും കേതുവിലെ നക്ഷത്രങ്ങളാണ്. ഈ 3 നക്ഷത്രങ്ങളിലും നിങ്ങൾക്ക് വഴിപാടുകൾ ചെയ്യാം. ഇപ്രകാരം ഈ കേതുവിൻ്റെ ദോഷം മാറണം, മാറ്റണം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഡോക്ടർ മാരാജ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സുസ്വാഗതം. നമുക്ക് മേടം മുതൽ മീനം വരെയുള്ള 12 രാശിക്കാരുടെയും ശുഭാശുഭ ഫലങ്ങളെ നമുക്ക് ചിന്തിക്കാം. അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് കന്നിരാശിക്കാരുടെ ശുഭാശുഭ ഫലങ്ങളാണ്. ഉത്തര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴിക, അത്തം, ചിത്ര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക വരുന്ന 2 നക്ഷത്ര സമൂഹം. ഇവിടെ കന്നിരാശിക്കാർക്ക് കേതു നിൽക്കുന്നത് 12ാം ഭാവത്തിലാണ്. എന്താണ് 12ാം ഭാവം? പാപം, വ്യയം ച പതനം, നിരയം, വാമമമ്പകം, സ്ഥാനഭ്രംശം ച വൈകല്യം, ദ്വാദശേന വിചിന്തയത്. സ്ഥാനഭ്രംശം, സ്ഥാനചലനങ്ങൾ, വൈകല്യങ്ങൾ, പാപങ്ങൾ, വ്യയം, ദുർവ്യയങ്ങൾ, പതനം, വീഴ്ച, ദുഷ്കീർത്തി, ഇതൊക്കെയാണ് 12ാം ഭാവം കൊണ്ട് ചിന്തിക്കുന്നത്. 12ാം ഭാവത്തിൽ ഏത് ശുഭഗ്രഹങ്ങളും പാപഗ്രഹങ്ങളും വന്നാലും പതിതസ്തുരിഭേ, പാതിത്യം, വീഴ്ച സംഭവിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 12ൽ വ്യാഴം വരുമ്പോൾ കലഹ, അദ്ദേഹം മൂർഖ സ്വഭാവം കാണിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബുധൻ വന്നാൽ പതിതസ്ത്രിഭേ, പാതിത്യം വരും. സൂര്യൻ വന്നാലും ചൊവ്വ വന്നാലും ശനി വന്നാലും. പിന്നീട് നാം ചിന്തിക്കാനുണ്ടോ പാപഗ്രഹമായ കേതു 12ാം ഭാവത്തിൽ വന്നാൽ എന്തൊക്കെ സംഭവിക്കുമെന്ന വിഷയം. ഇവിടെ കേതു 12ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം ചമത്കാര ചിന്താമണിയിൽ പറഞ്ഞിരിക്കുന്ന ഫലം. ശിഖീരിഭകെ വസ്തി ഗുഹ്യാംഗ്രി നേത്തെ രുചാപീഡനം മാതുലാത് നൈവ ശർമ്മ. 12ൽ കേതു നിൽക്കുമ്പോൾ വസ്തി ഗുഹ്യ അംഗ്രി നേത്രങ്ങളിൽ, വസ്തി പ്രദേശങ്ങളിൽ, ഗുഹ്യഭാഗങ്ങളിൽ, പാദങ്ങളിൽ, കണ്ണുകൾക്കൊക്കെ എന്ത് വരും? ശാരീരികമായ അസ്വസ്ഥതകൾ, രോഗങ്ങൾ വരും. രുചാപീഡനം, രോഗത്താൽ പീഡിപ്പിക്കപ്പെടും. ഈ ഭാഗങ്ങളിലൊക്കെ തന്നെ 12ാം ഭാവം പ്രത്യേകിച്ച് നേത്രങ്ങളെ ശ്രദ്ധിക്കണം. കണ്ണുകളുമായി ബന്ധപ്പെടുന്ന നാഡീഞരമ്പുകൾക്ക് ദൗർബല്യങ്ങൾ ഉണ്ടാകും 12ൽ കേതു വരുമ്പോൾ. വാമം, അമ്പകം, ഇടത്തെ കണ്ണാണ് 12ാം ഭാവം കൊണ്ട് പറഞ്ഞിരിക്കുന്നത്. അതിനാൽ നേത്രസംബന്ധമായ ഇടത്തെ കണ്ണായാലും വലത്തെ കണ്ണായാലും നേത്രസംബന്ധമായ രോഗങ്ങളാൽ പീഡിപ്പിക്കപ്പെടും ഈ 12ാം ഭാവത്തിൽ കേതു നിൽക്കുന്ന 1.5 വർഷക്കാലം. ശ്രദ്ധിക്കണം വളരെയധികം. കേതുവിന് ഹേതുവില്ല എന്നാണ് പറയുക. പ്രത്യേകിച്ച് സൂക്ഷ്മമായ നാഡീ ഞരമ്പുകളാണ് രാഹുവും കേതുവും പ്രദാനം ചെയ്യുന്നത്. അതിനാൽ കണ്ണുകൾക്കുണ്ടാകുന്ന സൂക്ഷ്മമായ വൈകല്യങ്ങൾ ശ്രദ്ധിക്കണം. പാദങ്ങൾക്കുണ്ടാകുന്ന പരിക്ക് ശ്രദ്ധിക്കണം. വെരിക്കോസ് വെയിൻ ബുദ്ധിമുട്ടുകൾ. അപ്രകാരം വിഷസ്പർശമേൽക്കുക, ശരീരത്തിൽ വിഷം സ്പർശിക്കുക, പോയിസൺ വരിക. അത് പാമ്പ് കടിക്കണമെന്നില്ല, പട്ടി കടിച്ചാലും. അല്ലെങ്കിൽ പെട്ടെന്ന് ഇരുമ്പ് കഷ്ണങ്ങൾ കൊണ്ട് കാല് പെട്ടെന്ന് പഴുക്കുക, വ്രണങ്ങൾ ഉണ്ടാവുക. കേതു വ്രണത്തിൻ്റെ ആളാണ്. രക്തദൂഷ്യമുണ്ടാക്കുന്ന ഗ്രഹമാണ് കേതു. ഇപ്രകാരമുള്ള ധാരാളം അരിഷ്ടതകൾ, അനിഷ്ടങ്ങൾ കേതുവാൽ സംജാതമാക്കപ്പെടും. ശ്രദ്ധിക്കണം. അമ്മാമന്മാർക്ക് രോഗമുണ്ടാകും. കേതു മാതാമഹകാരകനാണ്. കേതുവിനെ കൊണ്ടാണ് അമ്മയുടെ അമ്മാമന്മാർ ഇവരെയൊക്കെ ചിന്തിക്കേണ്ടത്. അതിനാൽ ഈ വിഭാഗത്തിൽപ്പെടുന്ന മാതൃവിഭാഗത്തിൽപ്പെടുന്നവർക്ക് അരിഷ്ടത, രോഗങ്ങൾ ഉണ്ടാക്കും. പിന്നീട് കേതു എന്തുണ്ടാക്കും? ശസ്ത്രക്ഷതിയും ആയുധം കൊണ്ട് മുറിയും. ശസ്ത്രക്രിയകൾ ഉണ്ടാകാം. നടു, ഡിസ്ക്, പാദങ്ങൾ മുതലായ സ്ഥലങ്ങളിൽ. ഉഷ്ണരോഗങ്ങൾ, ചൂടുകൊണ്ടുണ്ടാകുന്ന ത്വഗ് രോഗങ്ങൾ ശ്രദ്ധിക്കണം. അനാവശ്യമായ അപവാദങ്ങളിലൂടെ തൻ്റെ സ്ഥാനം നഷ്ടപ്പെടും. പൊസിഷനിൽ ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ടാകും. തൻ്റെ സ്ഥാനം നഷ്ടപ്പെടുക അപഖ്യാതികൾ കേട്ടിട്ട്. അതിനാൽ അപഖ്യാതികളെ ഭയക്കണം. കുലദൂഷിതത്വം, തൻ്റെ കുലത്തിന് പേരുദോഷമുണ്ടാക്കും. പ്രശ്നത്തിൽപ്പെട്ടാൽ തൻ്റെ കുലമഹിമ ഇളകുന്ന രീതിയിലുള്ള പേരുദോഷം വരും. അതിനാൽ വളരെയധികം ശ്രദ്ധിക്കുക അന്യരുമായി ഇടപെടുന്ന വിഷയത്തിൽ. ഈ കേതുവിൻ്റെ ഈ 1.5 വർഷക്കാലം വന്യർഭയം, തീ കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, പ്രോഷണം, ആത്മദേശം, തൻ്റെ ദേശം വിട്ട് ഓടിപ്പോകേണ്ടുന്നൊരവസ്ഥ വരിക. അതിനാൽ സമൂഹത്തിന് നിരക്കാത്ത ഈ കേതുവിൻ്റെ 1.5 വർഷക്കാലം കന്നിരാശിക്കാർ ഇറങ്ങിച്ചെല്ലരുത്, ബുദ്ധിമുട്ട് അനുഭവിക്കും. 12ലെ കേതുവിൻ്റെ അവസാനത്തെ ഫലം, ശ്ലോകത്തിലെ ഫലം ചമത്കാര ചിന്താമണിയിൽ നന്നായി പറഞ്ഞിട്ടുണ്ട്. അതും കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. സദാ രാജതുല്യന്നരം സദ്വേ തം രിപൂണാം വിനാശം രണേനൗ കരോതി. രാജതുല്യനായി നിൽക്കും എന്നൊരു ഫലമുണ്ട്.
12 കേതു ചില കാര്യങ്ങളിൽ രാജതുല്യത. കാരണം ചാരവശാൽ കന്നിരാശിക്കാർക്ക് ഇന്ന് 10-ൽ വ്യാഴമാണ്. രാഹു ശക്തമായി 6-ാം ഭാവത്തിലുണ്ട്. ശത്രുക്കളെ നശിപ്പിക്കുമെന്നൊരു ഫലമുണ്ട്. അതിനാൽ കേസ് മുതലായ വിഷയങ്ങളിലൊക്കെ തന്നെ വിജയിക്കുവാനുള്ള സാധ്യതയും ഈ കേതു നൽകുന്നു. ഇവിടെ നന്നായി കേതുവിനെ പ്രാർത്ഥിക്കുക. ആ പഞ്ചാക്ഷരി മന്ത്രം ഓം രാഘവേ നമഃ ഓം കേതവേ നമഃ എന്ന പഞ്ചാക്ഷരി മന്ത്രത്തിലൂടെ തൻ്റെ ഓറ വീണ്ടെടുക്കുക. അപ്പോൾ ഈ കേതു നന്നായി പ്രതികരിക്കും. കാരണം ചമത്കാരി ചിന്താമണിയിൽ ചില ഫലങ്ങൾ അച്ചിട്ട പോലെ ശരിയാണ്. അതിനാൽ 12-ലെ കേതു ഭയപ്പെടേണ്ട. മേൽപ്പറഞ്ഞ പരിഹാരങ്ങളൊക്കെ ചെയ്ത് വിവാദങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ ഈ കേതു സഹായകരമായി വർത്തിക്കുന്നതാണ് കന്നിരാശിക്കാർ. എല്ലാ കന്നിരാശിക്കാർക്കും ശോഭനമായ ഒരു 1.5 വർഷക്കാലം കേതു നൽകട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.